കർക്കിടകത്തെ പറയുന്നത് കാലൻ കർക്കിടകം എന്നാണ്. അതെ. അതിനൊരു ശാസ്ത്രീയമായ അടിത്തറയും കൂടെ ഉണ്ട്. അതിന് ശരീരബലം കുറവാണ്, പ്രതിരോധ ശക്തി കുറവാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ വർദ്ധിക്കുന്നത്. എന്തെങ്കിലും മരണാസന്നരായിരിക്കുന്ന ആൾക്കാർ മരിച്ചു പോകാനുള്ള കാരണം അതുകൊണ്ടാണ് കർക്കിടകത്തിന് അങ്ങനെ ഒരു ചീത്തപ്പേര് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിന് പോസിറ്റീവായിട്ടൊരു സൈഡും ഉണ്ട്. ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റുന്നത്, ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താൻ പറ്റുന്ന ഒരു സമയവും കൂടെ കർക്കിടകമാണ്. ആ സമയത്ത് ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും നമുക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിലും പറയാം. കർക്കിടകം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ മനസ്സിൽ വരുന്നൊരു സംഗതിയാണ് കർക്കിടക കഞ്ഞി. അപ്പോൾ ശരിക്കും ഒരു കർക്കിടക കഞ്ഞിക്ക് ഒരു കൃത്യമായ കൂട്ടമുണ്ടോ? എന്താണ് ഒരു ഡോക്ടറുടെ ഒരു അഭിപ്രായത്തിൽ കർക്കിടക കഞ്ഞിയെക്കുറിച്ച്? കർക്കിടക കഞ്ഞിയെക്കുറിച്ച് നമ്മുടെ മുൻകാല ആയുർവേദ ഗ്രന്ഥങ്ങളിലൊന്നും കൃത്യമായ രീതിക്ക് എഴുതിയിട്ടില്ല. പക്ഷെ ഒരു ഇന്ന കൂട്ട് ഇങ്ങനെയാണ് കർക്കിടക കഞ്ഞി ഉണ്ടാക്കേണ്ടത്, അതിന് ഇത്ര വസ്തുക്കൾ ആവശ്യമാണെന്ന് എഴുതിയിട്ടില്ല. ഇത് നമ്മൾ തലമുറകൾ കൊണ്ട് കൈകാര്യം ചെയ്ത് വന്ന് ഓരോ അഡീഷൻസ് വെച്ച് കൂട്ടിയും കുറച്ചുമാണ് ഇന്ന് ഈ കാണുന്ന രീതിക്ക് കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കോമ്പിനേഷൻ ഒരു ബേസിക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ആ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും മെറ്റബോളിസം അല്ലെങ്കിൽ എനർജി കുറവായിരിക്കും, ദഹനശക്തി കുറവായിരിക്കും. അപ്പോൾ ഈ വർഷ ഋതുവിൽ അനുഷ്ഠിക്കേണ്ട ചര്യകൾ അല്ലെങ്കിൽ ആ സീസണിൽ നമ്മൾ ചെയ്യേണ്ട കുറേ ശീലങ്ങളെ അഷ്ടാംഗ ഹൃദയത്തിൽ അല്ലെങ്കിൽ എല്ലാ ആയുർവേദ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് കർക്കിടക കഞ്ഞി. ആഹാര പദാർത്ഥങ്ങളിൽ ഒന്നാണ് കർക്കിടക കഞ്ഞി. കർക്കിടക കഞ്ഞിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കഞ്ഞി രൂപത്തിലായതുകൊണ്ട് എളുപ്പം ദഹിക്കും. ദ്രവരൂപത്തിലുള്ള ആഹാരങ്ങൾ പൊതുവെ ശരീരം എളുപ്പം ആഗിരണം ചെയ്യുന്നതാണ്. അതുപോലെ അതിൽ പൊടിമരുന്നായിട്ട് ചുക്ക്, കുരുമുളക് അങ്ങനെ ആഡഡ് സ്പൈസസ് ഉള്ളതുകൊണ്ട് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വാതവ്യാധികൾ അല്ലെങ്കിൽ ശരീരവേദനകൾ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന കർക്കിടകത്തിലാണ്. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് ബലം നൽകുന്ന ഞവര പോലെയുള്ള അരികൾ എടുക്കുന്നത്. ഞവരെ ശാഷ്ടികം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്, ശാഷ്ടികം ബല്യം എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ബലം നൽകുന്ന അരിയാണ് തവിടോട് കൂടിയുള്ള ഞവര അരി. അതാണ് ഇതിന്റെ ബേസ് ആയിട്ട് എടുക്കുന്നത് അല്ലേ? അതാണ് കർക്കിടകത്തിൽ ഏറ്റവും കൂടുതൽ ഞവര അരിയുടെ കഞ്ഞിയാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. ഈ ശരീര ബലം നൽകുന്നതുകൊണ്ടാണ് നമ്മൾ ഞവരെ ചൂസ് ചെയ്യാൻ കാരണം. എനിക്ക് തോന്നുന്നു ഓരോ കർക്കിടകം വരുമ്പോഴും ഏറ്റവും കൂടുതൽ വെറൈറ്റി മരുന്ന് കഞ്ഞികൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഡോക്ടർ. അപ്പോൾ അത് എന്താണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ തീരുമാനിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത? ഈ വർഷം ഇറക്കുന്ന മരുന്ന് കഞ്ഞിക്ക് എന്തൊക്കെ പ്രത്യേകതകളോട് കൂടിയാണ് ഒരു മരുന്ന് കഞ്ഞി പുറത്തേക്ക് വരുന്നത്? ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു നമ്മളിപ്പോൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിനെ DD അല്ലെങ്കിൽ ഡയറ്ററി ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഫുഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയും. ഇപ്പോൾ എല്ലാ ആൾക്കാരിലും നമ്മൾക്ക് വണ്ണം ഉണ്ടോ മെലിഞ്ഞിരിക്കുന്നുണ്ടോ എന്നല്ലാതെ ആഹാരത്തിൻ്റെ അല്ലെ പോഷകത്തിൻ്റെ അപര്യാപ്തത മിക്ക ആൾക്കാരിലും ഉണ്ട്. ഏതെങ്കിലും ഒരു ധാതുലവണത്തിൻ്റെ ഒരു അപര്യാപ്തത മിക്ക മനുഷ്യരിലും കാണാനുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഡൈവേഴ്സിഫൈ യുവർ ഫുഡ് എന്ന് പറയും. കൂടുതൽ പുതിയ ധാന്യങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തും. സ്ഥിരം കഴിക്കുന്ന ചോറല്ലാതെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള പയർവർഗ്ഗങ്ങൾ, ധാന്യവർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ വർഷവും ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷത്തെ കഞ്ഞിക്കിറ്റിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് അടുത്ത വർഷം ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ കഞ്ഞിക്കിറ്റിൽ നമ്മൾ ഞവരയുണ്ട്, മില്ലറ്റ്സ് ഉണ്ട്, അതുപോലെ പുതിയ ഒരുപാട് ധാന്യങ്ങൾ ചേർത്തിട്ടുണ്ട്. പൾസസ് വ്യത്യസ്തമായിട്ടുള്ള കണ്ടിട്ടുണ്ട്. റെഗുലർലി നമ്മൾ മാർക്കറ്റിൽ കാണാത്ത ആൾക്കാർക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് പുതിയ പൾസസ് ഒക്കെ. ഇത് കർക്കിടകത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട കഞ്ഞിയല്ല, ഇത് നമുക്ക് ഏത് സീസണിൽ വേണേലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം വരും, എല്ലാവർക്കും കഴിക്കാമോ എന്ന്. തീർച്ചയായിട്ടും. അതായത് ഞവരയാണ് ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഡയബറ്റിസ് ഉള്ള ആളുകൾ, ഇപ്പോൾ വളരെ കോമൺ ആണ് ഡയബറ്റിസ്. അപ്പോൾ ഈ ഡയബറ്റിസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ള ആളുകൾക്ക് സാധാരണ പ്രശ്നമാണിത് ഞവരയൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അതിനെ എങ്ങനെയാണ് ഡോക്ടർ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്? ഞവരെ ഏറ്റവും അധികം ആൾക്കാർ ഭയക്കാനുള്ളൊരു റീസൺ, ഞവര മധുരം കൂടുതലാണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഒരു അരിയാണ്. മധുരാംശമാണ് ഞവരയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുതന്നെയാണ് ഞവരയുടെ ബലവും. ഞവര ശരീരത്തിന് ബലം കൊടുക്കാനുള്ള കാരണവും ഞവരയുടെയും മധുരാംശം കൊണ്ട് തന്നെയാണ്. അപ്പം ഞവരയെ ഒഴിവാക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഞവരയുടെ ഈ പെട്ടെന്ന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂട്ടുക അല്ലെങ്കിൽ രക്തത്തിലുള്ള ഷുഗർ വർദ്ധിപ്പിക്കാനുള്ള കഴിവിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ വേറെ വ്യത്യസ്തമായിട്ടുള്ള ധാന്യങ്ങൾ, അത് ഒരുപാട് ചിന്തിച്ച് നമുക്ക് ചൂസ് ചെയ്യേണ്ടതാണ്. പലവിധ ധാന്യങ്ങൾ ഇതിൽ ആഡഡ് ആണ്. മില്ലറ്റ്സ് എല്ലാവർക്കും അറിയാം, 2023 മില്ലറ്റ് വർഷമായിരുന്നു. മില്ലറ്റുകൾക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ടാവുകയും നമ്മുടെ ആഹാരത്തിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബലി ഇഷ്ടംമാതിരി മൂവ്മെൻറ്റ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മില്ലറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിൽ ഞവര കൊണ്ട് ഉണ്ടാകുന്ന ഹൈ ഷുഗർ സ്പൈക്ക് കുറയ്ക്കാൻ, കോമ്പൻസേറ്റ് ചെയ്യാൻ അതിനെ ഈ ഉലുവ, ആശാളി, മില്ലറ്റ്സ്, ധാന്യങ്ങളെല്ലാം ചേർന്നിട്ടൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ള ഒരു സമീകൃത ആഹാരമായിട്ടാണ് നമ്മൾ കർക്കിടക. ഉലുവ, ആശാളിയൊക്കെ പൊതുവെ ഷുഗറിനെ കുറയ്ക്കുന്നതായതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്തു പോകും. അതെ.
അപ്പോൾ ഏത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാം. ആ ഒരു രീതിയിലാണ് സെറ്റ് ഒരു ചെയ്തിരിക്കുന്നത് അല്ലേ? നേരത്തെ ആഹാരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ വർഷങ്ങളായിട്ട് ഡയബറ്റിക് പേഷ്യൻസും ഇത് ഉപയോഗിക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഷുഗർ സ്പൈക്സ് ഒന്നും കാണാത്തപ്പോഴാണ് എന്തുകൊണ്ടാണ് ഞവര ഉപയോഗിച്ചിട്ടും പെട്ടെന്ന് ഷുഗർ കൂടാൻ എന്നൊരു ചിന്ത എനിക്കും വന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ കോമ്പിനേഷനാണ് ഇതിൽ വർക്കൗട്ട് ആവുന്നതെന്ന് മനസ്സിലായത്. ഞവര ഉപയോഗിക്കാൻ നേരത്ത് അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് മറ്റ് ധാന്യവർഗ്ഗങ്ങൾ ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷനിൽ ആഡ് ചെയ്ത് കഴിയാൻ നേരത്ത് അതിലുള്ള സ്പൈസസിൻ്റെ ബ്ലെൻഡ് എടുക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിച്ച് കഴിയാൻ നേരത്ത് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്ന ഒരു രുചികരമായിട്ടുള്ള ആഹാരമാണ്. ലാസ്റ്റ് ടൈം നമുക്ക് ന്യൂജേഴ്സിയിൽ നിന്നും പെൻസിൽവാനിയയിൽ നിന്നും വരെ കർക്കിടക കഞ്ഞിക്കിട്ട് അയച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എബ്രോഡേക്ക് അയക്കുന്നതിന് മാത്രമേ വല്ലപ്പോഴും ലിമിറ്റേഷൻ ഉണ്ടാവാറുള്ളൂ. കാരണം അതിൽ മുളയ്ക്കുന്ന ധാന്യങ്ങളുടെ ഒരു പ്രശ്നം വരും. ചില കൺട്രീസിൽ മാത്രം വിത്തിട്ടാൽ മുളയ്ക്കുന്ന ധാന്യങ്ങൾ ഒന്നും അങ്ങോട്ട് കയറ്റി അയക്കരുതെന്നുള്ള അങ്ങനെയുള്ള ലിമിറ്റേഷനുള്ള കൺട്രീസ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തേക്കും നമ്മൾ അയക്കാറുള്ളതാണ്. പിന്നെ നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ എല്ലാവരും നമ്മൾ മുറ്റത്തെ മുല്ലയ്ക്കാണ് മണമില്ലാത്തത്. നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഇഷ്ടംമാതിരി എസ്പെഷ്യലി മുംബൈയിലുള്ളവർ ഒരുപാട് പേര് നേരത്തെ തന്നെ പ്രീ ബുക്ക് ചെയ്ത് കർക്കിടക കഞ്ഞി, ഉലുവ ഉണ്ട, ഉലുവ ലേഹ്യം അതെല്ലാം വളരെ ശ്രദ്ധിച്ച് നേരത്തെ വാങ്ങി അവർ കർക്കിടകം വളരെ ചിട്ടയായ രീതിക്ക് തന്നെ ആചരിച്ച് റിജുവിനേഷൻ വീട്ടിൽ ചെയ്യുന്നതാണ്. എല്ലാവർക്കും പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പം അറ്റ്ലീസ്റ്റ് ഫുഡിലൂടെയെങ്കിലും നമ്മൾ ആ ഒരു മന്തിൽ റിജുവിനേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്.